പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലടക്കമുള്ള 12 സ്ഥലത്ത് റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തും കോഴിക്കോട്ടുമടക്കം കണ്ണൂരിലുമടക്കം വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ കോഴിക്കോടും കണ്ണൂരിലുമെല്ലാം ഏകദേശം സമാധാനപരമായ പ്രതിഷേധമായിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് ആ പ്രതിഷേധം അക്രമാസക്തമാവുകയും ഇ ഡി ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ അടക്കം കല്ലേറുണ്ടാവുകയും ഇ ഡി ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കുറ്റപത്രം FIR ഇട്ട് ഇവർക്കെതിരെ കേസെടുത്ത് നിരവധിയായ CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാരും ജില്ലാ നേതാക്കന്മാരും വർഗ ബഹുജന സംഘടനകളുടെ ജില്ലാ നേതാക്കന്മാർ അടക്കമുള്ളവർ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന ഒരു ഘട്ടത്തിലൂടെയാണ്. ഈ കേസിനകത്ത് ഇ ഡി കൃത്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. രാജ്യത്തിനെതിരായ ആക്രമണം എന്നാണ് ഈ കേസിനെ കോടതി വിശേഷിപ്പിച്ചത്. അതുമാത്രമല്ല, ഈ കേസിന്റെ ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കാൻ ഇപ്പോൾ പോലീസ് ശ്രമം ആരംഭിച്ചിരിക്കുന്നു. ഈ അക്രമത്തിന്റെ ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അത് CPM-ന്റെ ഉന്നത നേതാക്കന്മാരിലേക്ക് എത്താൻ സാധ്യതയില്ലേ? നിലവിലെ സാഹചര്യത്തിൽ കേസുമായി SIT ആണ് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും മുതിർന്ന നേതാക്കളുടെ പേരിലും കേസ് അല്ലെങ്കിൽ ഗൂഢാലോചന പരിശോധിക്കുമ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്നുണ്ടായ സംഘർഷമല്ല എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറയുന്നത്. ഇതെല്ലാം പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ്. അവർ റെയ്ഡ് കഴിഞ്ഞിറങ്ങുമ്പോൾ അത് സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു പ്രതിഷേധത്തിന് വന്നവർ അതെങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്ത് അതെങ്ങനെ സംഘർഷത്തിലേക്ക് പോയി എന്നൊരു ചോദ്യമുണ്ട്. അതൊക്കെ തന്നെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറയുന്നത്. അവർക്കിതിൽ സംശയമുണ്ട്, ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇപ്പോൾ അറസ്റ്റിൽ അല്ലെങ്കിൽ പ്രതികളായിട്ടുള്ളവരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിക്കുന്നുണ്ട്. മൊബൈൽ ഫോണുകൾ പരിശോധിക്കുമ്പോൾ ആരുമായിട്ടൊക്കെയാണ് സംസാരിച്ചത്, അതിൽ മുതിർന്ന നേതാക്കളുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കളുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. സ്വാഭാവികമായും നേതാക്കളുടെ പേര് വരാൻ കാര്യം CPM ആണ്. ഇപ്പോൾ പല നേതാക്കളും രണ്ട് രീതിയിൽ നിലപാടെടുത്തിട്ടുണ്ട്. സംഘർഷത്തെ എനിക്ക് തോന്നുന്നു പൂർണ്ണമായി ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല. ജോയി അടക്കമുള്ളവർ സംഘർഷത്തിൽ വന്ന എല്ലാവരും CPM-കാരല്ല അല്ലെങ്കിൽ പാർട്ടിക്കാരല്ല എന്ന് പറയുമ്പോൾ മറുവശത്ത് ഇത് ഇഷ്ടപ്പെട്ട നേതാവിനെതിരെ ഒരു വികാരം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് പറഞ്ഞ നേതാക്കളുമുണ്ട്. അപ്പൊ അതിൽ ആരുടെയെങ്കിലും ഒക്കെ പേര് വരുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ CPM-ന് അത്ര എളുപ്പമല്ല ഈ കേസിൽ നിന്ന് ഊരി വരിക എന്നുള്ളത്. നിലവിലെ പ്രതികളായിട്ടുള്ള ആളുകൾ, നിലവിൽ അറസ്റ്റിലായിട്ടുള്ളവർക്ക് ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിച്ച കേസും രാജ്യദ്രോഹ കുറ്റവും അടക്കമുള്ള വകുപ്പുകളാണ്. അപ്പോൾ CPM വിചാരിച്ചത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കില്ല. രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കാമെന്ന് മാത്രമായിരുന്നു CPM തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം എങ്ങനെയെങ്കിലും രാഷ്ട്രീയമായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏത് വിഷയത്തെയാണ് രാഷ്ട്രീയമായി ഉപയോഗിക്കേണ്ടത് എന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് ഇ ഡിയുടെ റെയ്ഡ് വരുന്നത്. ആ ഒരു വിഷയത്തിൽ അത് രാഷ്ട്രീയമായി ഉപയോഗിച്ചു. പക്ഷെ ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതിയില്ല. അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും സംഘർഷത്തിലേക്ക് പോകുന്നത് അറസ്റ്റിലേക്ക് എത്തുമ്പോൾ പോലും കോടതി ഘടിപ്പിക്കുമെന്ന് അല്ലെങ്കിൽ ഇ ഡി വിഷയത്തിൽ കോടതി ഇത്തരമൊരു നിലപാടെടുക്കുമെന്ന് കരുതില്ല. പൊതുമുതലല്ല, അല്ലെങ്കിൽ ഇ ഡി സഞ്ചരിച്ചിരുന്ന വാഹനം അല്ലെങ്കിൽ ഇ ഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനം വാടകയ്ക്കെടുത്തതായതുകൊണ്ട് അത് പൊതുമുതലിൽ പെടില്ല എന്നുള്ള വാദം പോലും തള്ളിയിട്ടുണ്ട്. അപ്പൊ ഒരു വിധത്തിലും എളുപ്പത്തിൽ ഊരി വരാൻ കഴിയില്ല. ഇനിയിപ്പോൾ കൂടുതൽ പ്രതിസന്ധി ആക്കാൻ പോകുന്നത് ഈ ഫോൺ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഗൂഢാലോചന പരിശോധിക്കുമ്പോൾ മുതിർന്ന നേതാക്കളോ ഇപ്പൊ തിരുവനന്തപുരം ആയതുകൊണ്ട് ജോയി അടക്കമുള്ള നേതാക്കളുടെ പേരുകൾ വരുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇത് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഇതൊരു സംഘർഷത്തിലേക്ക് എത്തിച്ചതാണ് എന്നൊരു കാര്യം വരുവാണെങ്കിൽ CPM-ന് പ്രതിരോധം തീർക്കുക അത്ര എളുപ്പമായിരിക്കില്ല. സ്വാഭാവികമായും എന്തിനാണ് ഇ ഡിക്കെതിരെ ഇത്തരത്തിൽ സംഘർഷവുമായി പോയതെന്ന് സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. പാർട്ടിക്കകത്തുനിന്ന് അണികൾ ചോദിക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമുണ്ടായിരുന്നോ? തെറ്റ് ചെയ്യാത്തവർ എന്തിനു ഭയപ്പെടണം? ഇത്തരം ഈ കാര്യങ്ങളെ പ്രതിഷേധിച്ചത് പോലും ശരിയല്ല എന്ന് CPM-നകത്ത് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ഇത് സംഘർഷത്തിലേക്ക് എത്തിച്ചത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെ കൂടി അറിവോടുകൂടിയാണെങ്കിൽ, അല്ലെങ്കിൽ നേതാക്കൾക്ക് ശക്തമായ പങ്കുണ്ടെങ്കിൽ അത് എന്തിന്റെ പേരിലായിരുന്നു എന്നൊരു ചോദ്യം വരും. അത് പാർട്ടിയെ കൂടുതൽ വെട്ടിലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഇനിയിപ്പോൾ ഗൂഢാലോചന അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ട് എന്ന് വരികയാണ് എങ്കിൽ പിണറായി വിജയൻ പ്രതിസന്ധിയിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തിനു വേണ്ടിയായിരുന്നു പാർട്ടിയെയും അണികളെയും നേതാക്കളെയും ഉൾപ്പെടുത്തി മകളെ രക്ഷിക്കാൻ വേണ്ടി എന്തിനു ശ്രമിച്ചു എന്ന ചോദ്യം വരും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM-ൽ ഒരു വിഭാഗത്തിൽ നിന്നും പിണറായി വിജയൻ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം MLA ആയിരിക്കുന്നതിൽ പോലും വിയോജിപ്പുള്ളവരുണ്ട്. അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ പിണറായി വിജയന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പിണറായി വിജയന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ CPM-ന്റെ അകത്ത് ആഭ്യന്തര കലഹം വലിയ രീതിയിൽ കൂടുകയും ചെയ്യും. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഇ ഡി റെയ്ഡിലൊക്കെ ഒന്ന് ശമിച്ചിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. പൂർണ്ണമായി അല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എല്ലാ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും സ്ഥിരമായി പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ വിമർശനം ഉയർന്നത്. അതൊന്നും ഒതുങ്ങി നിൽക്കുകയാണ്. പക്ഷേ SIT കേസുമായി മുന്നോട്ട് പോകുമ്പോൾ മുതിർന്ന നേതാക്കളുടെ പേരുകൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് തിരുവനന്തപുരത്ത് ഈ ബിനീഷ് കൊടിയേരി അടക്കമുള്ള ആളുകൾ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിലയുറച്ചപ്പോൾ അവിടെ V ശിവൻകുട്ടി ഉണ്ടായിരുന്നു, കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, V ജോയ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും അദ്ദേഹം MLA-യുമാണ്, V ജോയ് ഉണ്ടായിരുന്നു. അത്തരത്തിൽ CPM-ന്റെ മുതിർന്ന നേതാക്കൾ, മുൻ മേയർ ആര്യ രാജേന്ദ്രനെ പോലെയുള്ള ആളുകളെല്ലാം
ആ എ റഹീം ഉണ്ടായിരുന്നു, ജോൺ ബുട്ടാസ് ഉണ്ടായിരുന്നു. അത്തരം ആളുകളുടെ എല്ലാം സാന്നിധ്യത്തിലാണ് ഈ ആക്രമണം നടന്നത്. ഈ ആക്രമണം നടന്നിട്ടില്ല, അത് പ്രവർത്തകരുടെ വൈകാരികമായ പ്രകടനമാണ് എന്നാണ് CPM നേതാക്കന്മാർ വിശേഷിപ്പിച്ചത്. പക്ഷേ രാജ്യത്തെ പരമോന്നത ഏജൻസികളിൽ ഒന്നായ ED ഉദ്യോഗസ്ഥർക്ക് അവർ ചെയ്ത ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഈ അക്രമ സംഭവത്തിലേക്ക് നീങ്ങിയത്. അപ്പോൾ CPM അവരുടെ ജാമ്യാപേക്ഷയിൽ, CPM പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയിൽ അവർ പറഞ്ഞത് ED ഉദ്യോഗസ്ഥർ ഔദ്യോഗിക ഡ്യൂട്ടി സമയത്തല്ല അക്രമം ഉണ്ടായതെന്നാണ്. അപ്പോൾ കോടതി നിരീക്ഷിച്ചത് അവർ ഓഫീസിൽ നിന്ന് ഒരു ജോലിക്ക് പോയി അവർ മടങ്ങി തിരികെ ഓഫീസിലെത്തി അവിടുന്ന് പുറത്തിറങ്ങുന്നവരെ അവർ ഔദ്യോഗിക ഡ്യൂട്ടിയിൽ തന്നെയാണ് എന്നാണ് കോടതിയുടെ നിരീക്ഷണം ഉണ്ടായത്. ഔദ്യോഗികമായി ജോലി ചെയ്യുന്ന ആളുകളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് കേസുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് CPM സമരമുഖങ്ങളിൽ ഏറ്റവും പ്രധാനിയായ ഏരിയ ലോക്കൽ സെക്രട്ടറി, കുന്നുകുഴി വാർഡിൽ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുൻ കൗൺസിലർ കൂടിയായ IP ബിനു ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ നിലവിൽ ജയിലിൽ കഴിയുന്നത്. അവർക്ക് അത്ര എളുപ്പത്തിൽ ജാമ്യം കിട്ടും എന്ന് തോന്നുന്നില്ല ഈ കേസിനകത്ത്. അവിടെയാണ് ഇതിന്റെ ഗൂഢാലോചന കൂടി അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഗൂഢാലോചന അന്വേഷണം നടക്കുമ്പോൾ ഇത് CPM ഉന്നത നേതാക്കന്മാർ അടക്കമുള്ളവരിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു കേന്ദ്ര ഏജൻസിയെ ആക്രമിച്ചത്, കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് വലിയ നാണമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ നാണം കെടുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ അതിനെല്ലാം അപ്പുറം കേന്ദ്ര സർക്കാർ ഇക്കാര്യമെല്ലാം കൃത്യമായി നോക്കി കാണുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തിയേ മതിയാകൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ചില കോണുകളിൽ നിന്ന് മനസ്സിലാക്കിയത് ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ഒരു പരാജയം ഈ കേസിനകത്ത് ഉണ്ടായോ എന്നൊരു സംശയം ആഭ്യന്തരമന്ത്രിക്ക് അടക്കമുണ്ട്. കാരണം ഇത്തരം അക്രമം ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് സംവിധാനം നേരത്തെ മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അതിൽ അവർക്ക് പാളിച്ച പറ്റിയോ എന്നൊരു സംശയം ആഭ്യന്തരമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അന്ന് ആ സംഘർഷം നടക്കുമ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥർ CPM നേതാക്കളുടെ ആജ്ഞാനുവർത്തികളായാണ് പ്രവർത്തിച്ചത്. ഭരണം മാറിയത് അറിയാത്ത പോലീസുകാർ ഇപ്പോഴും സേനയിലുണ്ടോ എന്ന് ചില കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ സംശയിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടായാൽ പോലും അതിശയിക്കാനില്ല, അല്ലെങ്കിൽ അത്ഭുതപ്പെടാനില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇതിന്റെ ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ CPM നേതാക്കന്മാരുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് ജാമ്യം ലഭിക്കുമ്പോൾ ഗൂഢാലോചന പങ്കാളികൾ അവർക്ക് ജയിലിൽ പോകാനുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഒരുങ്ങുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും.